ആർക്കും ഭൂരിപക്ഷമില്ലാത്ത പാലാ നഗരസഭയിൽ ഭരണസാരഥ്യം നേടാൻ UDF-ഉം LDF-ഉം ശ്രമം തുടരുന്നു. നിർണായക ശക്തിയായ പുളിക്കണ്ടം സ്വതന്ത്ര കൂട്ടായ്മയുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ചർച്ചകളാണ് വിവിധ തലങ്ങളിൽ നടക്കുന്നത്. LDF-ന് 12 സീറ്റും UDF-ന് 10 സീറ്റും സ്വതന്ത്രർക്ക് 4 സീറ്റുമുള്ള പാലാ നഗരസഭയിൽ ഭരണം പിടിക്കണമെങ്കിൽ ബിനു പുളിക്കണ്ടം നേതൃത്വം നൽകുന്ന സ്വതന്ത്ര കൂട്ടായ്മയും സ്വതന്ത്രയായ മായ രാഹുലും പിന്തുണ നൽകേണ്ട സ്ഥിതിയാണുള്ളത്. UDF-ഉം LDF-ഉം പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ്. LDF ഭരണം നിലനിർത്താൻ സ്വതന്ത്ര കൂട്ടായ്മയുടെ പിന്തുണ നേടാൻ LDF നേതൃത്വം ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ബിനു പുളിക്കണ്ടത്തിന് കഴിഞ്ഞ തവണ ചെയർമാൻ സ്ഥാനം കിട്ടാതിരുന്നതിനുള്ള ശക്തമായ തിരിച്ചടി നൽകാൻ മകൾ ദിയ ബിനു പുളിക്കണ്ടത്തിനെ ചെയർപേഴ്സണാക്കാനാണ് സ്വതന്ത്ര കൂട്ടായ്മ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ ജോസ് കെ മാണി വിട്ടുവീഴ്ച ചെയ്ത് സ്വതന്ത്ര കൂട്ടായ്മയെ LDF പാളയത്തിലെത്തിക്കാൻ CPIM ശക്തമായ ശ്രമം നടത്തുകയാണ്. ഉന്നത നേതാക്കളടക്കം ഇടപെട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നു. അതേസമയം സ്വതന്ത്ര കൂട്ടായ്മ മത്സരിച്ച വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ വിജയം നേടാൻ സൗകര്യമൊരുക്കിയ UDF തങ്ങൾക്ക് പിന്തുണ ഉറപ്പായും പ്രതീക്ഷിക്കുന്നുണ്ട്. ചെയർമാൻ സ്ഥാനം അടക്കമുള്ള ഓഫറുകളുമായി ഇരുപക്ഷവും പുളിക്കണ്ടത്തിൻ്റെ അന്തിമ തീരുമാനത്തിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പരാജയം മുൻനിർത്തി കേരള കോൺഗ്രസിൻ്റെ മുന്നണി അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാവുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റത്തെക്കുറിച്ചും ഉന്നത തലങ്ങളിൽ ചർച്ച നടന്നു വരികയാണ്. എന്നാൽ ബിനു പുളിക്കണ്ടം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയാണ് LDF-ഉം UDF-ഉം വെച്ചു പുലർത്തുന്നത്. പാലാ നഗരസഭയിലെ കിങ് മേക്കറായ ബിനു പുളിക്കണ്ടം എല്ലാ സാധ്യതകളും വിലയിരുത്തി തീരുമാനം അറിയിക്കുന്നതുവരെ ഊഹാപോഹങ്ങളും ചർച്ചകളും തുടരും. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.